ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജോലി തിരക്കിനിടയിൽ പൊന്നി വിളയിച്ച് സർക്കാർ ജീവനക്കാർ. പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ച് വിളവെടുപ്പ് നടത്തി മാതൃകയാവുകയാണ് ഇവർ. അടുക്കളത്തോട്ടത്തിന് മേമ്പടിയൊരുക്കുന്ന പച്ചക്കറികൾ ഈ സർക്കാർ സ്ഥാപനത്തിന്റെ മുറ്റത്തുണ്ട്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. തലക്കുളത്തൂർ സോളാർ പ്രൊജക്ട് മാർച്ചിൽ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പദ്ധതി പ്രദേശത്ത് മന്ത്രിയുടെ സന്ദർശനം. സർക്കാർ ഓഫീസിൽ പൊന്നു വിളയിച്ച് ജീവനക്കാർ. ഒഴിവു സമയങ്ങളിൽ നട്ടുവളർത്തിയ പച്ചക്കറിത്തോട്ടത്തിന്റെ വ്യാപനം വീടുകളിലേക്കും. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസുമായി മലബാർ ബദിര അസോസിയേഷനും റോട്ടറി ക്ലബ്ബും. സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം. വാർത്തകൾ വിശദമായി. കേരളത്തിന് തന്നെ മാതൃകയാകാവുന്നതും വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമേകുന്നതുമായ തലക്കുളത്തൂർ സോളാർ പ്രോജക്ട് മാർച്ചിൽ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തൂണുമണ്ണിലാണ് പൊതുപൂളിൽ വൈദ്യുതി എത്തിക്കാനുള്ള സൌരോർജ്ജ പദ്ധതി പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. 3.6 ഏക്കർ സ്ഥലത്ത് 2630 പാനലുകളിലൂടെ 650 കിലോവാട്ടിൽ സ്ഥാപിത ശേഷിയുള്ള വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് 750 കിലോവാട്ട് ശേഷിയുള്ള ട്രാൻസ്ഫോമറിലൂടെ വെസ്റ്റ് ഹിൽ കൊടുവള്ളി സബ്സ്റ്റേഷനുകളിൽ എത്തിക്കും. പദ്ധതി പ്രദേശം സ്ഥലം MLAയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ AK ശശീന്ദ്രൻ സന്ദർശിച്ചു. മാർച്ച് 2ാം വാരത്തോടെ പദ്ധതി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ഒരു ട്രയൽ ടെസ്റ്റും തുടങ്ങിയിട്ടുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാനുണ്ട്. അങ്ങനെ പൂർത്തിയാക്കുന്ന മുറക്ക് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മാർച്ച് 2ാം വാരത്തിലോ 3ാം വാരത്തിലോ ഇത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കണമെന്നുള്ള നിലക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ തലക്കുളത്തൂർ തന്നെ 2ാം ഘട്ട വൈദ്യുതി ഉൽപാദന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ട്രയൽ ടെസ്റ്റ് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരം കാണാൻ കഴിയും. തലക്കുളത്തൂർ പ്ലാന്റ് സന്ദർശിക്കാൻ മന്ത്രിക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രകാശൻ, വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർ P കുമാരൻ, വൈദ്യുത ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായ KV സ്വാമിനാഥൻ, PV സാബു, MT സജീവൻ എന്നിവരുമുണ്ടായിരുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും കുടുംബാംഗങ്ങൾക്കുമായി ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നടന്നു. മലബാർ ബദിര അസോസിയേഷന്റെയും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൌണിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. മലബാർ ബദിര അസോസിയേഷൻ കോഴിക്കോടിന്റെയും റോട്ടറി ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് മിഡ് ടൌണിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നടന്നു. മാനസിക ശാരീരിക വെല്ലുവിളികളുമായി ജീവിക്കുന്നവർക്കും കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം 2 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന ദേശീയ പദ്ധതിയാണിത്. പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം റോട്ടറി ഡിസ്ട്രിക്ട് 3202 ഗവർണർ റോട്ടേറിയൻ MD ഡോക്ടർ ജയപ്രകാശ് ഉപാധ്യ നിർവഹിച്ചു. നമ്മൾ ഇവിടെ ഉള്ളത് പണിയെടുക്കാൻ, നിങ്ങളാണ് നമുക്ക് പണി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ റോട്ടറിന്റെ അർത്ഥം ഒന്നും ഇല്ലാതെ പോകും. നിങ്ങൾ ഈ കൂട്ടായ്മ ഇനി ആൾക്കാർ കൂട്ടിയിട്ട് പ്രസിഡന്റിനെ ഒന്ന് വന്ന് കാണണം. ഒരുപാട് ഇവിടെ നേതാക്കന്മാരുണ്ട്. 60 അല്ല 600 1000 വരെ നമുക്കിത് ഏറ്റെടുക്കാൻ പറ്റും കാലിക്കറ്റ് വെച്ചിട്ട്.
പോളിസി തുക ന്യൂ ഇന്ത്യ അഷുറൻസ് ഡിവിഷണൽ മാനേജർ ജീജ പി ഏറ്റുവാങ്ങി. മലബാർ ബദിര അസോസിയേഷൻ പ്രസിഡന്റ് ആർ ജയന്ത്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജിലി മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ജയകിഷ് ജയരാജ്, ജയന്ത് KN, AK സൈനബ, CK ബാലകൃഷ്ണൻ, M അബ്ദുൽ ഗഫൂർ തുടങ്ങിയവരും പങ്കെടുത്തു. അരക്ഷിതാവസ്ഥയുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബ സഹായനിധി വിതരണം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവീസിലിരിക്കെ അകാലത്തിൽ മരണപ്പെടുന്ന സഹപ്രവർത്തകരുടെ കുടുംബത്തിന് തണലേകാനുള്ള ശ്രമത്തിലാണ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ. ഇതിനായി കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിപുലമായ പദ്ധതികൾ ഇതിനോടകം തയ്യാറായി കഴിഞ്ഞു. മാനാഞ്ചിറ പോലീസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കുടുംബസഹായനിധി മന്ത്രി AK ശശീന്ദ്രൻ വിതരണം ചെയ്തു. അരക്ഷിതാവസ്ഥയുടെ നടുവിൽ ജീവിക്കുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള പദ്ധതികൾ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നന്മയിലേക്കുള്ള ജീവനക്കാരുടെ പുതിയ ചുവടുവയ്പ്പാണിത്. സുരക്ഷിതത്വ ബോധം ഉണ്ടാകാനുള്ള പദ്ധതികൾ പോലീസ് സേനയിൽ ഇനിയും സൃഷ്ടിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂട്ടത്തിലുള്ളവർക്ക് ഒരു പ്രയാസം വന്നാൽ ആ പ്രയാസം നമ്മുടെ ഓരോരുത്തരുടെയും പ്രയാസമാണ് എന്ന് തിരിച്ചറിവ്, ആ ഒരു അവബോധം ഏതൊരു പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനത്തെ ദീപ്തമാക്കുകയാണ് ചെയ്യുക. അന്തരിച്ച വിജിലൻസ് യൂണിറ്റ് SCPO രാമചന്ദ്രൻ, നല്ലളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ശിവദാസൻ തുടങ്ങിയവരുടെ കുടുംബത്തിനാണ് സഹായധനം വിതരണം ചെയ്തത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും നിർധനരായ വൃക്കരോഗികളെ സഹായിക്കുന്നതിനായുള്ള സ്നേഹസ്പർശം പദ്ധതി പൂർണ്ണ പിന്തുണ നൽകാനുമാണ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി സ്നേഹസ്പർശം ഫണ്ട് ചടങ്ങിൽ ഏറ്റുവാങ്ങി. കോഴിക്കോട് നടന്ന ചടങ്ങിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് K വിവേകാനന്ദൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജൻ, വിജിലൻസ് യൂണിറ്റ് DYSP ജോസി ചെറിയാൻ, KP ഭാസ്കരൻ, സണ്ണി ജോസഫ്, MG രാജീവ്, GS ശ്രീജിഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. മലയോര മേഖലയുടെയും മലബാറിന്റെയും സമഗ്ര വികസനത്തിന് തിരുവമ്പാടിയിൽ അന്താരാഷ്ട്ര വിമാനത്താവള നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. കോഴിക്കോട് വിമാനത്താവളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ നിലവിലുള്ള കോഡ് D ലൈസൻസ് കാലാവധി അവസാനിച്ചാൽ ഇപ്പോൾ സർവീസ് നടത്തുന്ന കോഡ് Dയിൽപ്പെട്ട ചെറുവിമാനങ്ങളുടെ സർവീസും നിർത്തലാക്കും. അതോടെ ചെറിയ 72-80 സീറ്റുള്ള ATR വിമാനങ്ങൾ നാമമാത്രമായ ഡൊമസ്റ്റിക് സർവീസ് നടത്തുന്ന വിമാനത്താവളമായി കോഴിക്കോട് മാറും. ഈ സാഹചര്യത്തിൽ മലബാറിന്റെയും പ്രത്യേകിച്ച് മലയോര മേഖലയുടെയും വികസന കുതിപ്പിനും ദേശീയ അന്തർദേശീയ യാത്രക്കാരുടെയും കാർഗോ മൂവ്മെന്റിലും ഗണ്യമായ വർധനവും മുൻകൂട്ടി കണ്ടുകൊണ്ട് അനുയോജ്യമായ സ്ഥലലഭ്യതയുള്ള തിരുവമ്പാടിയിൽ പുതിയ വിമാനത്താവള നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കോഴിക്കോട് സന്ദർശന വേളയിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയത്. തിരുവമ്പാടി വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവള വികസനം തളർത്താനോ കണ്ണൂർ വിമാനത്താവളത്തിന് എതിരോ അല്ല എന്നും കോഴിക്കോട് വിമാനത്താവളത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് CE ചാക്കുണ്ണി, ജനറൽ സെക്രട്ടറി MK അയ്യപ്പൻ, ഇന്തോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ഖജാൻജി MV കുഞ്ഞാമു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബേപ്പൂർ മണ്ഡലത്തിൽ വരൾച്ച നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തും. VKC മുഹമ്മദ് കോയ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. ബേപ്പൂർ മണ്ഡലത്തിൽ വരൾച്ച നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ VKC മുഹമ്മദ് കോയ MLA വിളിച്ചു ചേർത്ത ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഫറോക്ക് രാമനാട്ടുകര മുനിസിപ്പൽ കൌൺസിലർമാർ, കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർമാർ, റവന്യൂ വകുപ്പ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വരൾച്ച നേരിടുന്നത് സംബന്ധിച്ച് സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ തഹസിൽദാർ വിശദീകരിച്ചു. ഇതുപ്രകാരം വാർഡുകളിൽ കിയോസ്കുകൾ സ്ഥാപിച്ച് GPS സംവിധാനത്തോടെയുള്ള ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്ന നടപടികൾ സ്വീകരിക്കും. വാർഡുകളിൽ ഒന്നിലധികം കിയോസ്കുകൾ സ്ഥാപിക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നും ബൾക്ക് മീറ്റർ സ്ഥാപിച്ച് നിലവിലുള്ള കുടിവെള്ള പദ്ധതികൾ മുഖേന കുടിവെള്ളം നൽകാൻ സംവിധാനമുണ്ടാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു.
മണ്ഡലത്തിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തി ലൈൻ ചാർജ് ചെയ്ത് കുടിവെള്ളം നൽകാനുള്ള പ്രവർത്തനം ഊർജിതപ്പെടുത്താനും വെള്ളമെത്തിയ കടലുണ്ടി മോഡേൺ ബേപ്പൂർ ടാങ്കുകളിൽ നിന്ന് ജലവിതരണം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. യോഗത്തിൽ VKC മുഹമ്മദ് കോയ MLA, ഫറോക്ക് നഗരസഭാ ചെയർപേഴ്സൺ T സുഹറാബി, രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ വാഴയിൽ ബാലകൃഷ്ണൻ, കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് O ഭക്തവത്സലൻ, തഹസിൽദാർ K ബാലൻ, ഡെപ്യൂട്ടി തഹസിൽദാർ പ്രേംലാൽ, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിനേഷ്, AE സാജൻ, വില്ലേജ് ഓഫീസർമാർ, ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 18 ശനിയാഴ്ച വൈവിധ്യമാർന്ന നൃത്ത സംഗീത പരിപാടി ഗുജറാത്തി ഉത്സവ്. 19 ഞായറാഴ്ച ഡഫോഡിൽസ് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേള. 20 തിങ്കളാഴ്ച നൃത്ത മത്സരം. 21 ചൊവ്വാഴ്ച ഭക്തിനാടകം ശ്രീരാമരാജ്യം. 22 ബുധനാഴ്ച വെസ്റ്റ് ഹിൽ നൃത്ത കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തശില്പം ദേവദേവോ ഭവ. 23 വ്യാഴാഴ്ച വൈകിട്ട് 4:30 മണിക്ക് ക്ഷേത്രക്കുളത്തിൽ തെപ്പോത്സവം. 24 വെള്ളിയാഴ്ച മഹാശിവരാത്രി രാത്രി 12 മണിക്ക് സംഗീതമഹൽ ഓർക്കസ്ട്രയുടെ മെഗാ ഗാനമേള. പുലർച്ചെ 3 മണിക്ക് ഗംഭീര കരിമരുന്ന് പ്രയോഗം. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി മഹോത്സവം. വെള്ളമില്ലായ്മയിൽ വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിന് ഹോമിയോ അഗ്രോ കെയർ. കീടങ്ങൾ, വൈറസ് രോഗങ്ങൾ, വന്യമൃഗങ്ങൾ, ക്ഷുദ്രജീവികൾ എന്നിവയിൽ നിന്നുള്ള സംരക്ഷണം. ഹോമിയോ അഗ്രോ കെയർ. കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രശ്നമേയല്ല. എല്ലാവിധ കൃഷികൾക്കും സൂക്ഷിപ്പുകാലത്തിനും പ്രകൃതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും കീടനാശിനിയോ ഘനലോഹങ്ങളോ ഇല്ലാത്ത വിളകൾക്കും സുരക്ഷിതമായ നാനോ മരുന്നാണ് ഹോമിയോ അഗ്രോ കെയർ. ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447177058, 9495977058, 0495277058. ഇമെയിൽ minifarma@gmail.com. വാർത്തകൾ തുടരുന്നു. തിരക്കിട്ട ജോലിക്കിടയിലും പച്ചക്കറി കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് കോഴിക്കോട്ടെ സഹകരണ വകുപ്പ് ജീവനക്കാർ. ആർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് സഹകരണ ഭവനിൽ കൃഷിയിറക്കിയത്. പച്ചക്കറി വിളവെടുപ്പ് ഉത്സവം ജോയിന്റ് രജിസ്ട്രാർ TP ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഓഫീസിലെ തിരക്കിട്ട ജോലിയിൽ നിന്ന് മിച്ചം പിടിച്ച സമയം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ നട്ടുപിടിപ്പിച്ചതാണ് ഈ പച്ചക്കറികൾ. ഇന്ന് 100 മേനി വിളവെടുത്ത പച്ചക്കറികൾ സഹകരണ വകുപ്പ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ വിജയം കൂടിയാണ്. സഹകരണ ഭവനിൽ നടന്ന പച്ചക്കറികളുടെ വിളവെടുപ്പ് ഉത്സവം ജോയിന്റ് രജിസ്ട്രാർ TP ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. സേവ് ഗ്രീൻ കർഷക കൂട്ടായ്മയുടെ സഹായത്തോടെ ഡിസംബർ മാസത്തിലാണ് ജീവനക്കാർ പച്ചക്കറി കൃഷി പരീക്ഷിക്കാനിറങ്ങിയത്. ജോലി സമയത്തിന് മുൻപും വൈകിട്ടുമാണ് പച്ചക്കറികളുടെ പരിചരണം. സാധ്യതയുള്ള ഒരു മേഖല നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കേണ്ട ഒരു ആശയം, അത് നമ്മുടെ ജീവനക്കാരുടെ ഇടയിൽ മാതൃകാപരമായി കാണിച്ചു കൊടുക്കേണ്ട ഒരു ആശയം എന്ന രൂപത്തിലാണ് ഇതിന് രൂപം കൊടുത്തത്. ജീവനക്കാരൊന്നും 100% സപ്പോർട്ടല്ലേ. എല്ലാവരും കുറേ ജീവനക്കാർ ഈ ഒഴിവ് സമയങ്ങളിൽ 5 മണിക്ക് ശേഷവും 10 മണിക്ക് മുമ്പേ രാവിലെ 8:30-9 മണിക്കൊക്കെ വന്ന് ഇത് ചെയ്യേണ്ട വലിയ ജോലിയൊന്നുമില്ല. എന്നാലും ഇതൊക്കെ പലരും ഇത് കണ്ട് തന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ ആളുകൾ ഇതൊരു പുതിയ അനുഭവമാണല്ലോ. വരുന്ന ആളുകളും വളരെ ഇപ്പോൾ ഈ ഓഫീസിൻ്റെ ഒരു ചുമതലയുള്ള ആളെന്നുള്ളതാക്കി പലരും വളരെ അനുമോദിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ തിരക്കിനിടയിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിഞ്ഞു. തീർച്ചയായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ നമ്മുടെ ജീവനക്കാരുടെ വീടുകളിലെല്ലാം ഇതെത്തണം. സഹകരണ വകുപ്പിലെ ആർട്സ് ആൻഡ് റിക്രിയേഷൻ ക്ലബ് പിന്തുണ കൂടിയായതോടെ മാസങ്ങൾക്കിപ്പുറം കൃഷിയിൽ വൻ വിപ്ലവമാണ് കൊയ്തെടുത്തത്. തക്കാളി, വഴുതന, പച്ചമുളക് തുടങ്ങി അവശ്യ പച്ചക്കറികളെല്ലാം ജീവനക്കാർ ഇതിനോടകം വിളയിച്ചു കഴിഞ്ഞു. ഓഫീസുകളിൽ മാത്രം ഒതുങ്ങാതെ വീടുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് ജീവനക്കാരുടെ ലക്ഷ്യം. പ്രകൃതി ദൃശ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും തെളിമയുള്ള ചിത്രങ്ങളുമായി R രാജേഷിന്റെ ചിത്രപ്രദർശനത്തിന് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. താൻ കണ്ട പ്രകൃതി ദൃശ്യങ്ങളാണ് രാജേഷ് ക്യാൻവാസിൽ പകർത്തിയത്. പ്രകൃതി ദൃശ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും തെളിമയുള്ള ചിത്രങ്ങളുമായി R രാജേഷിന്റെ ചിത്രപ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. കോട്ടയം പെരുവ സ്വദേശിയായ R രാജേഷ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടെത്തിയത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ താൻ കണ്ട പ്രകൃതി ദൃശ്യങ്ങളും അതിലേക്ക് തന്റെ ഭാവനയിലെ പ്രകൃതിയും ചേർത്തപ്പോൾ ആരും കാണാൻ കൊതിക്കുന്ന ദൃശ്യങ്ങളുടെ നിറക്കൂട്ടുകളാണുണ്ടായത്. ചിത്രരചന അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അത് ഓരോരുത്തരുടെ കാണുന്നതും അങ്ങനെയൊക്കെ ഉള്ള പ്രകൃതി അതൊക്കെ ഞാൻ വരച്ചതേ ഉള്ളൂ. പറയാം ഇത് 30 ചിത്രങ്ങളുണ്ട്. എൻ്റെ
എൻ്റെ മകൻ അനികേത് എന്ന് പറയുന്ന അവന് 4 വയസ്സുള്ള കൊച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. കാട്ടരുവികളും വെള്ളപ്പൊക്ക ദൃശ്യങ്ങളുമെല്ലാം സ്വാഭാവികത തോന്നിപ്പിക്കുന്നവയാണ്. കാട്ടിലെ കൊമ്പനാനയും കരടിയുമെല്ലാം ചിത്രങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. അക്രിലിക്, എണ്ണച്ചായം, ജലച്ചായം എന്നീ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് രാജേഷ് ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. രാജേഷിന്റെ മകൻ അനികേതാണ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനം 19-ന് സമാപിക്കും. വർഗീസ് രക്തസാക്ഷി ദിനാചരണം ഫെബ്രുവരി 18-ന് വിവിധ പരിപാടികളോടെ ആചരിക്കും. പൊറ്റമ്മൽ ജംഗ്ഷനിൽ എഴുത്തുകാരി രതി ദേവി ഉദ്ഘാടനം ചെയ്യും. വർഗീസിന്റെ 48ാമത് രക്തസാക്ഷി ദിനം ഫെബ്രുവരി 18-ന് പൊറ്റമ്മൽ ബസാറിൽ വെച്ച് ആചരിക്കുമെന്ന് വർഗീസ് അനുസ്മരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനി AS നാരായണപിള്ള ചടങ്ങിൽ അധ്യക്ഷനാകും. പ്രശസ്ത എഴുത്തുകാരി രതി ദേവി ഉദ്ഘാടനം ചെയ്യും. ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ വ്യാജ ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ CK അബ്ദുൾ അസീസ് വിഷയാവതരണം നടത്തും. A വാസു അനുസ്മരണ പ്രഭാഷണം നടത്തും. RIN നാവിക പോരാളി OK വാസുദേവനെ യോഗത്തിൽ ആദരിക്കും. ഗ്രാൻമ തിയേറ്റർ ഗ്രൂപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഗാനാലാപനവും അരങ്ങേറും. പ്രൊഫസർ P കോയ, KS ഹരിഹരൻ, MP ജനാർദ്ദനൻ, P അംബിക തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്തുപോയപ്പോഴാണ് നമ്മൾ ചില പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും തടവറയിലാണെന്ന് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയവരിൽപ്പെട്ട ഒരാളായിരുന്നു ഗോകുൽദാസ് എന്ന് MN കാരശ്ശേരി. ഗോകുൽദാസ് അനുസ്മരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നഗരത്തിൽ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ തന്നെ തന്റെ പ്രദേശമായ കക്കോടിയിലെ സാധാരണക്കാർക്കിടയിലെ ഗോകുൽദാസിന്റെ അംഗീകാരം ഏതൊരു പൊതുപ്രവർത്തകരെയും കൊതിപ്പിക്കുന്നതാണെന്ന് MN കാരശ്ശേരി പറഞ്ഞു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ഗോകുൽദാസ് അനുസ്മരണ ചടങ്ങിൽ പ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു കാരശ്ശേരി. അല്ലെങ്കിൽ മൗനം കൊണ്ട് അനുവദിക്കുക, ഇതിനെയാണ് അരാഷ്ട്രീയത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം തന്നെ അതാണ്. അപ്പോ TP ചന്ദ്രശേഖരൻ വധത്തോടു കൂടിയാണ് CPM-ൽ നിന്ന് ഗോകുൽദാസ് പുറത്തു വരുന്നത്. ആ പുറത്ത് കടന്നതോടു കൂടിയാണ് ഒരു പാർട്ടി ചട്ടക്കൂടിന്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവാം, എങ്ങനെയാണ് നമ്മുടെ നീതിബോധം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് നിർജീവമായി മുരടിച്ച് നമ്മൾ ചില പാർട്ടികളുടെയും ചില നേതാക്കന്മാരുടെയും തടവുകാരായി ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് തീർച്ചയായിട്ടും നമുക്കൊരു പാഠമുണ്ട്. K ജയഘോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, കമാൽ വറുദൂർ, P കുമാരൻകുട്ടി, P കിഷൻജത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. പാട്ടുകൂട്ടം കോഴിക്കോട് പ്രഥമ കലാഭവൻ മണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നാടൻ കലാരംഗത്തെ 6 പ്രതിഭകൾ അവാർഡിന് അർഹരായി. പുരസ്കാരങ്ങൾ മാർച്ച് 6-ന് കോഴിക്കോട്ട് വിതരണം ചെയ്യും. പാട്ടുകൂട്ടം കോഴിക്കോട് ഏർപ്പെടുത്തിയ പ്രഥമ കലാഭവൻ മണി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. നാടൻ കലാരംഗത്ത് മികവ് തെളിയിച്ച ജില്ലയിലെ 6 പ്രതിഭകൾക്കാണ് പുരസ്കാരം നൽകുക. സജീവൻ കൊയിലാണ്ടി, കൃഷ്ണദാസ് വല്ലാപ്പുന്നി, കുഞ്ഞൻ ചേളന്നൂർ, അഡ്വക്കേറ്റ് രമേശ് വെൺമേത്ത്, ബിനീഷ് മണിയൂർ, UT ശ്രീധരൻ കുരുവട്ടൂർ എന്നിവർ അവാർഡിന് അർഹരായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. പുരസ്കാര വിതരണം മാർച്ച് 6-ന് മാനാഞ്ചിറ സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ നടക്കുന്ന മണിമുഴക്കം പരിപാടിയിൽ നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കലാഭവൻ മണി അനുസ്മരണം, പുഷ്പാർച്ചന, 100ഓളം നാടൻ കലാകാരന്മാർ പങ്കെടുക്കുന്ന നാടൻ പാട്ടുകൾ എന്നിവയും ഉണ്ടാകും. പരിപാടികൾ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പുരുഷൻ കടലുണ്ടി MLA പുരസ്കാര വിതരണം നടത്തുമെന്നും വിൽസൺ സാമുവൽ, ജഗത് ചന്ദ്രപുരി തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിനക്ക് പുതിയ നെക്ലസ്. നൈസ്. ഇതതിന്റെ കൂടെ ഫ്രീ ഗിഫ്റ്റ്. കൊള്ളാം. ഹലോ. റിയലി? താങ്ക് യു. നമുക്ക് ഗോൾഡ് ബാർ കിട്ടി. ലക്കി ഡ്രോയിൽ. അത് എനിക്കല്ലേ?
ആഭരണങ്ങളുടെ ഉത്സവം. 15 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓരോ പർച്ചേസിനും ഒപ്പം നേടും അഷ്വർഡ് ഗിഫ്റ്റ്. പ്രതിവാരം ലക്കി ഡ്രോയിലൂടെ ഗോൾഡ് ബാർ നേടാൻ അവസരം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. വർത്തമാനകാലത്ത് സ്ത്രീ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പകർന്നു നൽകി അഞ്ജു പുന്നത്തിന്റെ ചിത്രങ്ങൾ. അബ്സ്ട്രാക്റ്റീവ് ലിവ്സ് കൺട്രീസ് ഡ്രീംസ് എന്ന പേരിൽ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ചിത്ര പ്രദർശനത്തിൽ അഞ്ജുവിന്റെ 50ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. വർത്തമാനകാലത്ത് സ്ത്രീയുടെ സുരക്ഷിതത്വവും അരക്ഷിതാവസ്ഥയും വിഹ്വലതകളും പകർന്നു നൽകി അബ്സ്ട്രാക്ട് ലിവ്സ് കോൺക്രീറ്റ് ഡ്രീംസ് ചിത്ര പ്രദർശനം. പെണ്ണുടലും മനസ്സും അവഹേളിക്കപ്പെടുന്നതും നിലനിൽപ്പിനായുള്ള അവരുടെ ചെറുത്തുനിൽപ്പും വരകളിൽ ആവിഷ്കരിക്കുകയാണ് അഞ്ജു പുന്നത്തിന്റെ ചിത്രങ്ങൾ. തങ്ങൾക്കും സ്വതന്ത്രമായ ചിന്തകളും ജീവിതവും ഉണ്ടെന്ന് തുറന്നു കാണിക്കുകയാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ 50ഓളം ചിത്രങ്ങൾ. എനിക്ക് ഓരോ ദിവസം തോന്നുന്ന പോലെയാണ്. ഓരോ മൂഡിനനുസരിച്ച് എന്താണോ അപ്പോൾ തോന്നുന്നത്, അപ്പോൾ ആ സ്പോണ്ടേനിയസ് ആയിട്ട് അപ്പോൾ പോയിരുന്ന് അപ്പോൾ തന്നെ വരച്ച് വെക്കുകയാണ് ചെയ്യുക. പിന്നെ ആയിരിക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ സമയം കിട്ടുന്ന പോലെ ആയിരിക്കും. അല്ലാതെ ഒരു ആദ്യമേ പ്രീ പ്ലാൻഡ് ആയിട്ടൊരു തീം വെച്ച് അതിന് അങ്ങനെയൊന്നുമല്ല. സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഇടമുണ്ടായിട്ടും സ്ത്രീയുടെ ജീവിതം മറ്റാരൊക്കെയോ ചേർന്ന് അപഹരിക്കുകയാണ്. അക്രിലിക്കിലും പേപ്പറിലുമായി പെൻ സ്കെച്ചിലാണ് കൂടുതൽ ചിത്രങ്ങളും. മലപ്പുറം ജില്ലയിലെ പൊന്നേമ്പാടം സ്വദേശിയായ അഞ്ജു പുന്നത്തിന് ചിത്രരചനയിൽ പ്രത്യേക പരിശീലനമില്ല. ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച ചിത്ര പ്രദർശനം പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. ദേശാഭിമാനി പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് MT വാസുദേവൻ നായർ അർഹനായി. ഫെബ്രുവരി 24-ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ദേശാഭിമാനി പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ പുരസ്കാരം ഫെബ്രുവരി 24-ന് MT വാസുദേവൻ നായർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിക്കും. കോഴിക്കോട് കടപ്പുറത്ത് വൈകിട്ട് 6-നാണ് ചടങ്ങ്. സിനിമാ നടൻ മമ്മൂട്ടി മുഖ്യാതിഥിയാകും. ചലച്ചിത്ര കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അവാർഡ് സമർപ്പണത്തിന്റെ ഭാഗമായി കടപ്പുറത്ത് കലാവിരുന്നൊരുക്കും. പരിപാടികളുടെ ഭാഗമായി കോഴിക്കോട്ട് വിപുലമായ സാംസ്കാരിക സാഹിത്യ പരിപാടികൾ അരങ്ങേറുമെന്ന് ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസും MT ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ N പ്രദീപ് കുമാർ MLAയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാംസ്കാരികോത്സവം 18 മുതൽ 24 വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് നടക്കുക. 18-19 തീയതികളിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ MT സിനിമകളുടെ പ്രദർശനത്തോടെയാണ് തുടക്കം. അവാർഡ് സമർപ്പണ സന്ദേശവുമായി മുതൽക്കുളം മൈതാനത്ത് 20-ന് വിളംബര സമ്മേളനം ചേരും. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് 22-23 തീയതികളിൽ ടാഗോർ ഹാളിൽ ദേശീയ സെമിനാറും കേരളത്തിലെ എല്ലാ പുസ്തക പ്രസാധകരും പങ്കെടുക്കുന്ന പുസ്തകോത്സവവും സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ദേശാഭിമാനി ഡെപ്യൂട്ടി ജനറൽ മാനേജർ രജിത് വിശ്വം, സംഘാടക സമിതി വൈസ് ചെയർമാൻ NP ഹാഫിസ് മുഹമ്മദ്, ജനറൽ കൺവീനർ OP സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ പ്രൊഫഷണൽസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നോട്ട് നിരോധനത്തിനെതിരെ ചർച്ച സംഘടിപ്പിച്ചു. KP കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ തെറ്റുബോധ്യപ്പെട്ടിട്ടും തിരുത്താൻ തയ്യാറാകാത്ത നിലപാടാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇന്ത്യൻ പ്രൊഫഷൻസ് കോൺഗ്രസ് കോഴിക്കോട് ചാപ്റ്റർ സംഘടിപ്പിച്ച നോട്ട് നിരോധനം സാധാരണക്കാരന് മേൽ ഏൽപ്പിച്ച ആഘാതം എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. 14 സ്വകാര്യ ബാങ്കുകൾ ദേശവൽക്കരിച്ചപ്പോൾ അതിന്റെ പേരിൽ ഒരു ദിവസം പോലും ബാങ്കുകൾ മുടങ്ങിയിട്ടില്ല. ഒരു മുന്നൊരുക്കവുമില്ലാതെ നടപ്പാക്കിയതാണ് നോട്ട് നിരോധനത്തിന്റെ പരാജയമെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും സ്വീകരിക്കുന്ന നടപടികൾ മാത്രമേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളൂവെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഈ ഒരു സാഹസ്യതയ്ക്ക് ഇറങ്ങിത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യം, രാജ്യ താല്പര്യം, വ്യക്തിപരമായ കുടുംബമോ മറ്റു കാര്യങ്ങളൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്തു. അതുകൊണ്ടായ ദോഷങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. താൽക്കാലികമായി നമുക്ക് എല്ലാം ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പ്രതീക്ഷയോട് തന്നെയാണ് ഉണ്ടായത്. അപ്പൊ അതിലെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, രാജ്യം പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്ന ചരിത്രമാണ് നമ്മുടെ നാടിനുള്ളത്. ജനങ്ങളുടെ ജീവിക്കാനുള്ള മൌലികാവകാശമാണ് നോട്ട് നിരോധനത്തിലൂടെ ഇല്ലായ്മ ചെയ്തതെന്ന് കേളുവേട്ടൻ പഠനകേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ചടങ്ങിൽ സഞ്ജയ് അലക്സ് അധ്യക്ഷത വഹിച്ചു. രാജൻ ജോർജ്, T സിദ്ദിഖ്, PM സുരേഷ് ബാബു, K ആനന്ദമണി തുടങ്ങിയവർ സംബന്ധിച്ചു.
കോഴിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പ്രതിഷ്ഠാ പെരുന്നാളും പ്ലാറ്റിനം ജൂബിലി സമാപനവും ഫെബ്രുവരി 18-19 തീയതികളിൽ നടക്കും. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമാവുകയാണ്. 2016 ജനുവരി 31-നാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചത്. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു. ഫെബ്രുവരി 19-ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MP MK രാഘവൻ, MLA പ്രദീപ് കുമാർ, കൌൺസിലർമാർ, വിവിധ ഇടവക മേലധ്യക്ഷന്മാർ, സാമൂഹിക സാംസ്കാരിക സാമുദായിക നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. ഭവനങ്ങളുടെ താക്കോൽദാനം വിവിധ സഹായ പദ്ധതികളുടെ ഉദ്ഘാടനവും ഉണ്ടായിരിക്കുമെന്നും കത്തീഡ്രൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായ രീതിയിൽ ചലച്ചിത്രമേള നടത്തുന്നതിന് കോർപ്പറേഷന്റെ സഹകരണം ഉണ്ടാകുമെന്ന് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ. ഒരാഴ്ച നീണ്ടുനിന്ന ചലച്ചിത്രോത്സവം സമാപനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മേയർ. 41ഓളം സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. കോഴിക്കോട് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരശ്ശീല വീണു. 41 മികച്ച സിനിമകളുടെ സദ്യയൊരുക്കിയാണ് ഒരാഴ്ച നീണ്ടുനിന്ന ചലച്ചിത്രോത്സവം സമാപിച്ചത്. ഫിലിം ഫെസ്റ്റിവലിൽ 1000-ലേറെ ഡെലിഗേറ്റുകൾ പങ്കെടുത്തു. എല്ലാ ദിവസവും വൈകിട്ട് തുറന്ന വേദികളിൽ ചർച്ചയും സംഘടിപ്പിച്ചു. മേളയുടെ ഭാഗമായി മാനാഞ്ചിറ സ്ക്വയറിൽ വൈകുന്നേരങ്ങളിൽ ഒരുക്കിയ പ്രദർശനത്തിന് മികച്ച ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. സമാപന സമ്മേളനം ടാഗോർ ഹാളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത പ്രാവശ്യം നമുക്ക് അതിനെക്കുറിച്ച് നേരത്തെ കാലത്തെ ആലോചിച്ചുകൊണ്ട് അപ്പൊ നമുക്കത് ഉദ്ഘാടനത്തിന് തന്നെ സത്യത്തിൽ പറഞ്ഞാൽ കമലിനെ കിട്ടുമെന്ന് വിചാരിച്ചല്ല. എന്തോ ഒരു ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ചലച്ചിത്ര അക്കാദമിന്റെ ചെയർമാൻ കൂടി ആയിട്ടുള്ള അദ്ദേഹത്തെ തന്നെ ആക്കി. വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായ രീതിയിൽ മേള നടത്തുന്നതിന് കോർപ്പറേഷന്റെ സഹകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റോട്ടർഡാം ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ സെക്സി ദുർഗ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ പ്രതാപ് ജോസഫിന് മേയർ പുരസ്കാരം സമ്മാനിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MC അനിൽകുമാർ, M രാധാകൃഷ്ണൻ, TV ലളിതപ്രഭ, ഫെസ്റ്റിവൽ ഡയറക്ടർ ചെലവൂർ വേണു, കോർപ്പറേഷൻ കൌൺസിലർമാരായ PM സുരേഷ് ബാബു, C അബ്ദുറഹ്മാൻ, പ്രസ് ക്ലബ് സെക്രട്ടറി N രാജേഷ്, KJ തോമസ്, പത്മനാഭൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി ഓഫ് ജോയ്സ് എന്ന ഫ്രഞ്ച് ചിത്രത്തോടെയാണ് അവസാന ദിനം പ്രദർശനം തുടങ്ങിയത്. തുടർന്ന് എ ബോറോവിഡ് ഐഡന്റിറ്റി, സൈക്കോ, മൈ ഗ്രാൻഡ് മദർ എന്നിവയും ആസ്വാദകരിലെത്തി. ചലച്ചിത്ര അക്കാദമി, അശ്വിനി ഫിലിം സൊസൈറ്റി, ബാങ്ക്മെൻസ് ഫിലിം സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ഫിലിം സൊസൈറ്റി ഫെഡറേഷന്റെയും പ്രസ് ക്ലബ് ഫിലിം സൊസൈറ്റിയുടെയും സഹകരണത്തോടെയാണ് മേള സംഘടിപ്പിച്ചത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. NITയിലെ MCA ഡിപ്പാർട്ട്മെന്റ് ഇത് 5ാം തവണയാണ് നക്ഷത്ര എന്ന പേരിൽ ടെക്നിക്കൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ നക്ഷത്ര ഫെസ്റ്റ് ഫെബ്രുവരി 18-19 തീയതികളിൽ നടക്കും. NIT ഡയറക്ടർ ഡോക്ടർ ശിവജി ചക്രവർത്തി ഉദ്ഘാടനം ചെയ്യും. തിങ്ക് സിസ്റ്റം, ഡിസൈൻ സിസ്റ്റം എന്ന വിഷൻ ലക്ഷ്യമാക്കിയാണ് ഇത്തവണത്തെ ടെക്നോ മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അനിൽകുമാർ പുഗാലിയ, അമിത് മാലിക് എന്നിവർ സംസാരിക്കുമെന്നും സുദീപ് കെ, ലക്ഷിത് ഗാർഗ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആകാശവിസ്മയങ്ങൾ അടുത്തറിയാൻ നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച വാന നിരീക്ഷണം വിദ്യാർത്ഥികൾക്ക് കൌതുകമായി. 6ാം തരത്തിലെ സാമൂഹ്യശാസ്ത്രം പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി സ്കൂൾ ശാസ്ത്ര ക്ലബ്ബ് നേതൃത്വത്തിലായിരുന്നു വേറിട്ടൊരു പരിപാടി ഒരുക്കിയത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രദേശവാസികളും ദൂരദർശിനികളിലൂടെ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിരീക്ഷിച്ചു. വൈകിട്ട് 6:30 തുടങ്ങിയ നിരീക്ഷണം രാത്രി 9 വരെ തുടർന്നു. കൊണ്ടോട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ റഷീദ് ഓടക്കൽ ക്ലാസ് എടുത്തു. നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി പ്രധാന അധ്യാപിക ജെസി ബി മറ്റം, PTI പ്രസിഡന്റ് N അനിൽകുമാർ, K സനില, P സഫിയ, PS റീത്ത, OP ശ്രീജ, KK മീനാക്ഷി എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലക്കുളത്തൂർ സോളാർ പ്രൊജക്ട് മാർച്ചിൽ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. പദ്ധതി പ്രദേശത്ത് മന്ത്രിയുടെ സന്ദർശനം. സർക്കാർ ഓഫീസിൽ പൊന്നു വിളയിച്ച് ജീവനക്കാർ. ഒഴിവു സമയങ്ങളിൽ നട്ടുവളർത്തിയ പച്ചക്കറിത്തോട്ടത്തിന്റെ വ്യാപനം വീടുകളിലേക്കും. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസുമായി മലബാർ ബദിര അസോസിയേഷനും റോട്ടറി ക്ലബ്ബും. സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you